In this video, we are going to continue the topic of disaster management from lithosphere onwards. ഇപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ എർത്തിൻ്റെ സ്ട്രക്ചർ വരേക്കും നമ്മൾ ഓവറോൾ ആയിട്ടൊന്ന് പറഞ്ഞു പോയി. എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, അതിൻ്റെ നീഡ് എന്താണ്, വൈ വി ആർ ഗോയിങ് ഫോർ ദാറ്റ്, പിന്നെ എർത്തിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ അതിനകത്ത് സബ് സിസ്റ്റംസും കാര്യങ്ങളും പറഞ്ഞു പോയിരുന്നു. ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലിത്തോസ്ഫിയർ ആണ്. അപ്പോൾ എന്താണ് ലിത്തോസ്ഫിയർ? സോ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഔട്ടർ ലെയർ. ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് എന്താണ്, ക്രസ്റ്റും അതേപോലെ മാൻറ്റിലും കൂടെ ചേർന്നിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്, ലിത്തോസ്ഫിയർ ഫോം ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ lithosphere is the outer layer which includes the oceanic as well as the continental part of the earth, which includes the crust as well as the solid part of the mantle. Lithosphere interacts with atmosphere, hydrosphere and biosphere and forms pedosphere. അപ്പോൾ പീഡോസ്ഫിയർ എന്ന് പറയുന്നത് ഇത് നാലും കൂടി ഇൻട്രാക്ട് ചെയ്ത് ഫോം ചെയ്യുന്നതാണ് എന്ത്, പീഡോസ്ഫിയർ എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, ബയോസ്ഫിയർ ആൻഡ് ലിത്തോസ്ഫിയർ. ഇനി പീഡോസ്ഫിയറിൽ ഇറ്റ് ഹാസ് ബോത്ത് ബയോട്ടിക് ആസ് വെൽ ആസ് എബയോട്ടിക് കമ്പോണൻസ് ഉണ്ട്. എന്താണ് ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ജീവനുള്ള ഓർഗാനിസംസ്, എബയോട്ടിക് എന്ന് പറഞ്ഞാൽ നോൺ ലിവിങ് ഓർഗാനിസംസ്. അപ്പോൾ ബയോട്ടിക്കിനകത്ത് പ്ലാന്റ്സ്, ആനിമൽസ് ഒക്കെ വരും. ഇനി ബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്, റോക്സ്, സോയിൽ, അതേപോലത്തെ കാര്യങ്ങളൊക്കെയാണ് എബയോട്ടിക്കിൽ വരുന്നത്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞു ലിത്തോസ്ഫിയർ ഹാസ് ടു ടൈപ്സ്, അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ ആർ ടു ടൈപ്സ് എന്ന് പറയുന്നത്. ദേ ആർ ടു ടൈപ്സ് ഓഫ് ലിത്തോസ്ഫിയർ. ഫസ്റ്റ് വൺ oceanic lithosphere, which is about 5 km to 8 km thick, which is composed of basalt, and second one is the continental lithosphere, which is about 30 km to 40 km thick. അടുത്ത നമുക്ക് നോക്കാനുള്ളത് കോമ്പസിഷൻ ഓഫ് ലിത്തോസ്ഫിയർ ആണ്. അപ്പോൾ ലിത്തോസ്ഫിയർ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മിനറൽസ് ആൻഡ് റോക്സ്. അപ്പോൾ ലിത്തോസ്ഫിയറിൽ എന്തൊക്കെയുണ്ട്, സോയിലുണ്ട്, മിനറൽസ് ഉണ്ട്, റോക്സ് ഉണ്ട്. It has more than 100 chemical components, elements of which most are rare. More than 99% of the volume includes elements such as oxygen, silicon, aluminum, iron and calcium, along with sodium, potassium and magnesium. അതിൻ്റെ കറസ്പോണ്ടിങ് ഈ പറയുന്നിരിക്കുന്ന എലമെൻസിൻ്റെ കറസ്പോണ്ടിങ് കോമ്പസിഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു എലമെൻസിനകത്ത് only a few elements are present in its പ്യുവർ ഫോം. അതായത് എർത്തിൻ്റെ ക്രസ്റ്റിൽ അതിൻ്റെ തനതായ രീതിയിൽ കുറച്ച് എലമെൻറ്റ്സ് മാത്രമേ പ്യുവർ ഫോമിൽ പ്രസൻ്റ് ആയിട്ടുള്ളൂ. ദേ ആർ നോൺ ആസ് ദ നേറ്റീവ് എലമെൻറ്റ്. അതിനെ നമുക്ക് നേറ്റീവ് എലമെൻ്റ് എന്ന് പറയാം. അങ്ങനെ പ്യുവർ ഫോമിൽ പ്രസൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോപ്പർ ഉണ്ട്, ഗോൾഡ് ഉണ്ട്, ലെഡ്, മെർക്കുറി, നിക്കൽ, പ്ലാറ്റിനം ആൻഡ് സിൽവർ. ഈ പ്യുവർ ഫോം മാത്രമല്ലാതെ ചില എലമെൻറ്റ്സ് എന്ത് ചെയ്യും, അതിൻ്റെ ഓസിൻ്റെ ഫോമിലും അവൈലബിൾ ആണ്. പല കോമ്പിനേഷൻസ് അപ്പോൾ ഓസിൻ്റെ ഫോമിലും അവൈലബിൾ ആണ് ആസ് മിനറൽസ് എന്ന് പറയും. അപ്പോൾ മിനറൽസ് ആർ നാച്ചുറലി ഒക്വറിങ് ഇൻഓർഗാനിക് ക്രിസ്റ്റലൈൻ സോളിഡ്സ് വിച്ച് ഹാസ് എ ഡെഫിനിറ്റ് കെമിക്കൽ കോമ്പസിഷൻ. അതിനൊരു കെമിക്കൽ കോമ്പസിഷൻ ഉണ്ട്. ഇനി സർട്ടൻ മിനറൽസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് സിംഗിൾ എലമെൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ ഗ്രാഫൈറ്റ് ആൻഡ് ഡയമണ്ട് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് കാർബൺ ഓൺലി. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് റോക്സ് ആണ്. അപ്പോൾ എന്താണ് റോക്സ്? അപ്പോൾ നമുക്കറിയാം ലിത്തോസ്ഫിയറിനകത്ത് എന്തുണ്ട്, റോക്സ് ഉണ്ട്. സോ വി ക്യാൻ സേ ലൈക്ക് ലിത്തോസ്ഫിയർ ഹാസ് വേരിയസ് ടൈപ്സ് ഓഫ് റോക്സ് അല്ലേ. അപ്പോൾ ഇനി റോക്സ് എന്ന് പറയുന്നത് എന്താണ്, ദേ ആർ നാച്ചുറലി ഒക്വറിങ് ഹാർഡ് ആൻഡ് ഇനോർഗാനിക് മെറ്റീരിയൽസ് ആണ്, വിച്ച് ഇസ് കമ്പോസ്ഡ് ഓഫ് വൺ ഓർ എ ലാർജ് നമ്പർ ഓഫ് മിനറൽസ്. ഒന്നോ അതിൽ കൂടുതലോ മിനറൽസിൻ്റെ കോമ്പസിഷൻ കാരണം ഫോം ചെയ്യുന്ന എന്താണ്, ഹാർഡ് ആസ് വെൽ ആസ് ഇനോർഗാനിക് മെറ്റീരിയൽസിൻ്റെ കോമ്പസിഷനാണ് എന്ത്, റോക്സ് എന്ന് പറയുന്നത്. ഇനി certain other materials like coal and limestone are also obtained from plants as well as animal remains. ഇനി റോക്സ് പല കാറ്റഗറീസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്, ഇഗ്നിയസ് റോക്സ്, സെഡിമെൻ്ററി റോക്സ് ആൻഡ് മെറ്റമോർഫിക് റോക്സ്. അപ്പോൾ എന്താണ് ഇഗ്നിയസ് റോക്ക് എന്ന് നോക്കാം. അപ്പോൾ these rocks are formed by solidification of magma in the interior
or lava on the surface of earth. അപ്പോൾ എർത്തിൻ്റെ സർഫസിലുള്ള ലാവ സോൾഡിഫൈ ചെയ്തിട്ടോ ഇല്ലെങ്കിൽ എർത്തിൻ്റെ ഇൻറ്റീരിയറിലുള്ള മാഗ്മ, അതായത് മോൾട്ടൺ സ്റ്റേജിലുള്ള മെറ്റീരിയൽസ് സോൾഡിഫൈ ചെയ്ത് ഫോം ചെയ്യുന്നതാണ് എന്ത് ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ കമ്പോസ്ഡ് ഓഫ് പ്രൈമറി മിനറൽസ് വിച്ച് ആർ പ്രിഡോമിനൻ്റ്ലി സിലേറ്റ്സ്. അപ്പോൾ സിലേറ്റ്സ് ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത്. ഇനി they sometimes overlap with sedimentary as well as metamorphic rocks. അതുമായിട്ടും ചേർന്ന് കാണാറുണ്ട് igneous rocks. തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ നമ്മൾ igneous റോക്കിനെ പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു മോൾട്ടൺ സ്റ്റേറ്റിലുള്ള ലാവ അല്ലെങ്കിൽ മാഗ്മ. ഇത് സോൾഡിഫൈ ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്, igneous റോക്സ് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ sedimentary rocks. അപ്പോൾ എന്താണ് sedimentary rocks? Sedimentary rocks are formed by the precipitation from solutions and consolidation of biotic elements like plants and animals. അപ്പോൾ എന്താണ് ബയോട്ടിക് എലമെൻറ്റ്സ് ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും സൊല്യൂഷൻസ് അല്ലെങ്കിൽ കൺസോൾട്ടേഷൻസ് എല്ലാം കൂടെ ചേർന്ന് അതിൻ്റെ ഒരു പ്രസിപ്പിറ്റേറ്റഡ് ഫോമാണ് എന്ത് സെഡിമെൻ്ററി റോക്സ് എന്ന് പറയുന്നത്. So these rocks contain both original primary minerals ഉണ്ടാവും and altered as well as newly synthesized secondary minerals. കാരണം പ്ലാന്റ്സിൻ്റെ ആനിമൽസിൻ്റെ സെഡിമെൻറ്റ്സും ഉണ്ടാവുമല്ലോ. സോ ഇതും കൂടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ടാണല്ലോ ഫോം ചെയ്യുന്നത്. സോ ഇറ്റ് കണ്ടെയ്ൻസ് ബോത്ത് ദ പ്രൈമറി മിനറൽസ്, പിന്നെ അതിൻ്റെ ഓൾട്ടേർഡ് വേർഷൻസ് ഉണ്ടാവും along with the secondary minerals. Okay. And sedimentary rocks dominates the petrological composition of the surface. And igneous rocks are abundant on the entire crust of the earth. Igneous rocks ആണ് എർത്തിൻ്റെ ക്രസ്റ്റിൽ അബണ്ടൻറ്റ്. ബട്ട് ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്ന ഏതാണ്, സെഡിമെൻ്ററി റോക്സ് ആണ്. ദിസ് ഈസ് എ പിക്ടോറിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സെഡിമെൻ്ററി റോക്സ്. ഇത് എന്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ഡോമിനൻ്റ് ആണെന്ന് പറയണോ, ഈവൻ ദോ ഇഗ്നസ് റോക്ക് ഈസ് അബണ്ടൻറ്റ്, ഇതാണ് കുറച്ചും കൂടി ഡോമിനേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഒരുപാട്, അതായത് മിനറൽ കോമ്പോസിഷൻസ് ഉണ്ട്. മെറ്റീനകത്ത് ഇഗ്നസിനകത്ത് പ്രൈമറി മിനറൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷേ ഇതിനകത്ത് പ്രൈമറി ആസ് വെൽ ആസ് സെക്കൻഡറി മിനറൽസ്, അതിൻ്റെ ഓൾട്ടേർഡ് ഫോംസ് എല്ലാം അവൈലബിൾ ആണ്. ഇനി അടുത്ത റോക്കാണ് എന്ത്, മെറ്റാമോർഫിക് റോക്സ്. ദേ ആർ ഓൾസോ നോൺ ആസ് തെർമൽ റോക്സ്. അപ്പം മെറ്റാമോർഫിക് റോക്സിന് നമുക്ക് എന്ത് പറയാം, തെർമൽ റോക്സ് എന്ന് പറയാം. ദേ ആർ ഫൗണ്ട് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് റോക്സ്. നേരത്തെ എക്സിസ്റ്റ് ചെയ്ത ഇഗ്നിയസ് അല്ലെങ്കിൽ സെഡിമെൻ്ററി റോക്സിൽ നിന്നാണ് നമുക്ക് ഈ പറയുന്ന മെറ്റാമോർഫിക് റോക്സ് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ഫോം ചെയ്തതെന്ന് പറയാം. എങ്ങനെ ഫോം ചെയ്തത്, ഡ്യൂ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഇൻ സോളിഡ് സ്റ്റേറ്റ് അല്ലേ. സോ ദേ ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് റോക്സ് ഡ്യൂ ടു change in temperature as well as pressure in solid state. And these rocks are formed when magma intrude through pre-existing igneous and sedimentary rocks. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഇഗ്നസ് ആസ് വെൽ ആസ് സെഡിമെൻ്ററി റോക്സിലേക്ക് മാഗ്മ കയറി വരുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്, മെറ്റമോർഫിക് റോക്സ് എന്ന് പറയുന്നത്. So we can say like all types of pre-existing rocks will undergo metamorphism അല്ലേ, metamorphism form ചെയ്യും. And igneous and metamorphic rocks get weathered and form sediments. ഇത് രണ്ടും weathered ചെയ്ത് എന്ത് ഫോം ചെയ്യും, സെഡിമെൻറ്റ്സ് ഫോം ചെയ്യും. എന്താണ് ഈ വെത്തറിങ് പ്രോസസ്സ്, ഡിസിൻറ്റഗ്രേഷൻ. അതിനെ നമ്മൾ ഡിക്കമ്പോസ് ചെയ്ത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വെത്തറിങ് എന്ന് പറയുന്നത്. So these sediments get deposited and lithified into sedimentary rocks. This is a pictorial representation of metamorphic rocks. നമ്മൾ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞിരുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് വെത്തറിങ്. അപ്പോൾ എന്താണ് വെത്തറിങ്? ഞാൻ തൊട്ട് മുന്നത്തെ PPT-യിൽ ഞാൻ വെത്തർ എന്ന് പറഞ്ഞിട്ട് വെത്തേർഡ് എന്നൊക്കെ പറഞ്ഞു പോയിരുന്നു. അപ്പോൾ എന്താണ് വെത്തറിങ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ ആൻഡ് ഡീകമ്പോസിഷൻ ഓഫ് റോക്സ് ആൻഡ് മിനറൽസ്. അപ്പോൾ റോക്സിനെയും മിനറൽസിനെയും നമ്മൾ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് ഡീകമ്പോസ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്, വെത്തറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസിൻറ്റഗ്രേഷൻ നമുക്ക് 2-3 കാര്യങ്ങൾ കാരണം നടക്കും. എന്തൊക്കെയാണ്? ഒന്ന് ഫ്രാഗ്മെൻറ്റേഷൻ കാരണം, സ്പ്ലിറ്റിംഗ് കാരണം, ഡിറ്റാച്ച്മെൻറ്റ് കാരണം അല്ലേ. സോ ഈ പറയുന്ന റോക്സ് ഫ്രാഗ്മെൻ്റ് ആയി പോകും. ചിലപ്പോൾ അത് കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് സ്പ്ലിറ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്, ഇല്ലെങ്കിൽ അത് പരസ്പരം ഡിറ്റാച്ച് ആയി പോകാൻ ചാൻസ് ഉണ്ട്. സോ ദീസ് ആർ ഓൾ ദ റീസൺസ് ബിഹൈൻഡ് വെത്തറിങ്, ഡിസിൻറ്റഗ്രേഷൻ.
ഇനി എന്താണ് ഡീകമ്പോസിഷൻ, എങ്ങനെയാണ് ഡീകമ്പോസിഷൻ ഒക്കെ പറയുന്നത്? മോസ്റ്റ് പ്രോബബ്ലി ഇതിനകത്തുണ്ടാകുന്ന കെമിക്കൽ ചേഞ്ചസ് കാരണമാണ് എന്ത് ഫോം ചെയ്യുന്നത്, ഡീകമ്പോസിഷൻ ഫോം ചെയ്യുന്നത്. സോ വി ക്യാൻ സേ ലൈക്ക് വെതറിങ്, ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു ബോത്ത് ഫിസിക്കൽ ആസ് വെൽ ആസ് കെമിക്കൽ ചേഞ്ചസ്. അപ്പോൾ ഫിസിക്കൽ ചേഞ്ചസ് എടുക്കുവാണെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് ഇസ് ഡ്യൂ ടു തെർമൽ ആസ് വെൽ ആസ് മെക്കാനിക്കൽ ചേഞ്ചസ്. ആൻഡ് ദ കെമിക്കൽ എന്ന് പറയുന്നത് ജിയോ കെമിക്കൽ ആസ് വെൽ ആസ് ബയോ കെമിക്കൽ ചേഞ്ചസ്. ഓക്കെ, സോ ഇതാണ് എന്ത് വെതറിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ലാസ്റ്റ് വീഡിയോസിൽ നമ്മൾ എന്താണ് നോക്കിയത്, ഒരു ഇൻട്രോ വീഡിയോ നോക്കിയിരുന്നു. രണ്ടാമത്തെ വീഡിയോയിൽ ലിത്തോസ്ഫിയർ, പിന്നെ എന്തൊക്കെ നോക്കിയിരുന്നു, റോക്സിനെ പറ്റിയിട്ട് നോക്കിയിരുന്നു, വെതറിങ് പ്രോസസ്സ് നോക്കിയിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സോയിലാണ്. സോയിലും ബാക്കിയുള്ള ടോപ്പിക്സുമാണ്. അപ്പോൾ എന്താണ് സോയിൽ? നമുക്കറിയാം, സോയിൽ എന്ന് പറയുന്നത് നമ്മുടെ ലാൻഡിൻ്റെ സർഫസിനെയാണ് നമ്മൾ സോയിൽ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇറ്റ് ഈസ് എ നാച്ചുറൽ ബോഡി. നമുക്കറിയാം ലാൻഡിൻ്റെ സർഫസിനെ സോയിൽ എന്ന് പറയും. ഇറ്റ് ഈസ് എ നാച്ചുറൽ ബോഡി വിച്ച് കണ്ടെയ്ൻസ് എ വേരിയബിൾ മിക്സ്ചർ ഓഫ് ബ്രോക്കൺ ആൻഡ് വെതേർഡ് മെറ്റീരിയൽസ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? ഇറ്റ് കണ്ടെയ്ൻസ് എ വേരിയബിൾ മിക്സ്ചർ ഓഫ് ബ്രോക്കൺ ആസ് വെൽ ആസ് വെതേർഡ് മെറ്റീരിയൽസ്. അപ്പോൾ എന്താണ് വെതറിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞുവല്ലോ, ആൻഡ് ഡീക്കേയിങ് ഓർഗാനിക് മാറ്റർ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് നമുക്ക് സോയിൽ എന്ന് പറയാൻ പറ്റുന്നത്. അത് നമ്മുടെ എർത്തിൻ്റെ ഒരു തിൻ ലെയറായിട്ട് ഫോം ചെയ്യും. എർത്തിനെ കവർ ചെയ്ത് ഒരു തിൻ ലെയറായിട്ട് ഫോം ചെയ്യും. ദിസ് ഈസ് വാട്ട് വി കോൾ എ സോയിൽ. ഇനി സോയിൽ എന്ന് പറയുന്നത് പെട്ടെന്നൊരു സമയത്ത് വന്ന് കയറിയ ഒരു കാര്യമല്ല. ഇറ്റ് ടേക്സ് എ ലോങ് പീരിയഡ് ഓഫ് ടൈം ഫോർ ദ സോയിൽ ടു ഫോം. ഓക്കെ, ഒരു നാച്ചുറൽ പ്രോസസ്സ് വഴി ഈ സോയിൽ ഫോം ചെയ്യാനായിട്ട് ഒരുപാട് ടൈം എടുക്കും. സോ ഇറ്റ് ടേക്സ് എ ലോങ് പീരിയഡ് ഓഫ് ടൈം ഫോർ ദ സോയിൽ ടു ഫോം ത്രൂ എ നാച്ചുറൽ പ്രോസസ്സ്. അടുത്ത നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ എടുക്കുവാണെങ്കിൽ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് വോൾക്കാനിക് ആഷ് ആണ്. അപ്പോൾ എന്താണ് വോൾക്കാനിക് ആഷ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ വോൾക്കാനിക് ആഷ് ഫോം ചെയ്യുന്നത്? നമുക്കറിയാം, വോൾക്കാനിക് ആഷ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് റോക്ക്, മിനറൽ ആൻഡ് ഗ്ലാസ് പാർട്ടിക്കിൾസ് വിച്ച് ആർ എക്സ്പെൽഡ് ഫ്രം ദ വോൾക്കാനോ ഡ്യൂറിങ് എ വോൾക്കാനിക് ഇറപ്ഷൻ. ഒരു വോൾക്കാനിക് ഇറപ്ഷനിൽ നിന്നും എക്സ്പെൽ ചെയ്യുന്ന, അല്ലെങ്കിൽ വോൾക്കാനോ ബേസ്റ്റ് ആവുന്ന സമയത്ത്, അതിനെയാണല്ലോ വോൾക്കാനിക് ഇറപ്ഷൻ എന്ന് പറയുന്നത്. ആ സമയത്ത് അവിടുന്ന് എക്സ്പെൽ ആവുന്ന റോക്സ്, മിനറൽസ് ആൻഡ് ഗ്ലാസ് പാർട്ടിക്കിൾസിൻ്റെ മിക്സ്ചറിനെയാണ് നമ്മൾ എന്ത് പറയണത്? വോൾക്കാനിക് ആഷ് എന്ന് പറയണത്. ഓക്കെ, ഇനി ശരിക്കും പറഞ്ഞാൽ ഈ വോൾക്കാനിക് ആഷ് നമ്മൾ ഒരു പല പല ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളതിനെ കോമ്പൗണ്ട്സ് ഒക്കെ ആക്കിയിട്ട് നമ്മൾ ഇൻസുലേഷൻ, അതേപോലെ വാട്ടർ പാക്കിംഗ് ആൻഡ് സ്റ്റീം പൈപ്പ്സിലൊക്കെ, അതേപോലെ ലാഗിങ് ബോയിലേഴ്സിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? വോൾക്കാനിക് ആഷ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഈ വോൾക്കാനിക് ആഷ് എന്ന് പറയുന്നത് ശരിക്കും ഫൈൻ ഗ്രെയിൻഡ് ആണ്. അപ്പോൾ ഫൈൻ ഗ്രെയിൻഡ് ആയത് കാരണം അത് നമുക്ക് പെട്ടെന്ന് വെതർ ചെയ്യാൻ കമ്പാരിറ്റീവ്ലി ഈസിയാണ്. അതായത് പെട്ടെന്ന് വെതർ ചെയ്യാൻ പറ്റും. സോ സിൻസ് ദ വോൾക്കാനിക് ആഷ് ഈസ് ഫൈൻ ഗ്രെയിൻഡ്, ദേ ക്യാൻ ബി വെതേർഡ് ഈസിലി. എന്നിട്ട് ഈ ഒരു വോൾക്കാനിക് ആഷ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയൊരു ഇതായത് കാരണം, അല്ലെങ്കിൽ വോൾക്കാനോ ഇറപ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതായത് കാരണം ഇവിടെ പ്ലാന്റ്സും അതേപോലെ ഒരുപാട് മിനറൽസ്, റോക്സിനകത്തുള്ള ഒരുപാട് മിനറൽസും കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാവുമല്ലോ. കാരണം ഇത് ഫൈൻ ഗ്രെയിൻഡ് ആണ്, ഏകദേശം സോയിൽ ഫോമിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി അതിനകത്ത് പ്ലാന്റ്സ് ഒക്കെ പെട്ടെന്ന് വളർന്ന് അതെന്ത് ചെയ്യും? കൊളോണൈസ് ചെയ്യും. ദാറ്റ് മീൻസ് അത് തിക്കാനായിട്ട് വളർന്ന് പോയിക്കൊണ്ടിരിക്കും. ഇനി അത് കുറേ കാലങ്ങൾക്ക് ശേഷം അതെന്ത് ചെയ്യും? വെതർ ചെയ്ത് ഒരു ഇയേഴ്സ് ഓഫ് കുറേയൊക്കെ വർഷങ്ങൾക്ക് ടൈം എടുത്തിട്ട് അത് കുറച്ചുകൂടി കുറച്ചും കൂടി ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സോയിലായിട്ട് മാറും, which is rich in organic matter as well as the plant nutrients. അപ്പോൾ ഇങ്ങനെ റിസൾട്ട് ചെയ്യുന്ന വോൾക്കാനിക് ആഷിൽ നിന്ന് റിസൾട്ട് ചെയ്യുന്ന സോയിൽസിനെയാണ് നമ്മൾ ആൻറ്റിസോൾസ് എന്ന് പറയുന്നത്. സോ എന്താണ് ആൻറ്റിസോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വോൾക്കാനിക് ആഷിൽ നിന്നും റിസൾട്ട് ആവുന്ന സോയിലിനെയാണ് നമ്മൾ ആൻറ്റിസോൾസ് എന്ന് പറയുന്നത്. ദേ ആർ ഫൈൻ ഗ്രെയിൻഡ് ആൻഡ് ഫൈൻ ടെക്സ്ചേർഡ് ആണ്. ഓക്കെ, which is filled with fertile, അല്ലെങ്കിൽ filled with nutrients which is rich in organic matter and plant nutrients, so that plants can grow easily in that soil. അപ്പോൾ ഇത്രയുമാണ് ഇത് വോൾക്കാനിക് ആഷിനകത്ത് വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഗ്രാനൈറ്റ്. ഇനി എന്താണ് ഗ്രാനൈറ്റ്? ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് ഒരു കോഴ്സ് ഗ്രെയിൻഡ് റോക്കാണ്.
which is about 25% ക്വാഡ്സും അതിനകത്ത് 65% ഓർത്തോക്ലേസുമാണ്. അപ്പോൾ ഗ്രാനൈറ്റ് എന്താണ്? ഒരു കോഴ്സ് ഗ്രെയിൻഡ് റോക്കാണ്, വിച്ച് ഇസ് അബൌട്ട് 25% ക്വാഡ്സ് ആൻഡ് 65% ഓർത്തോക്ലോസ്. ഇനി എങ്ങനെയാണ് ഈ ഗ്രാനൈറ്റ് സോയിൽ ഫോം ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇഗ്നസ് റോക്കിൻ്റെ ഒരു കോമ്പോസിഷനാണ്. അപ്പോൾ ഈ ഇഗ്നസ് റോക്സ് എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആസ് വെൽ ആസ് കെമിക്കൽ റിയാക്ഷൻസ് കാരണം വെത്തറിങ് പ്രോസസ്സ് അണ്ടർഗോ ചെയ്ത് അത് ഡീക്കേ ചെയ്ത് അല്ലെങ്കിൽ അത് ഡിഗ്രേഡ് ചെയ്ത് ഡീകമ്പോസ് ചെയ്ത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഈ പറയുന്ന ഗ്രാനൈറ്റ് സോയിൽ ഫോം ചെയ്യുന്നത്. And it may have large amount of mica and hornblende in it. Soil that develop from granite, അതായത് ഗ്രാനൈറ്റിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്ന സോയിൽ എന്ന് പറയുന്നത് they are normally sandy in nature. So we can say like അതിൻ്റെ പെക്യുലർ ഫീച്ചർ എന്താണ്? they are sandy in nature. And സാൻഡി ആയതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? അതിനകത്ത് ന്യൂട്രിയൻ കണ്ടൻറ്റ് കുറവാണ്. വിത്ത് ക്യാരക്ടറിസ്റ്റിക് ലൈക്ക് ബീങ് ഫ്രയബിൾ, പെർമിയബിൾ, അസിഡിക് ആണ് and low in base status. Okay, the soil has very little cohesion or consolidation and is highly susceptible to corrosion. അല്ലേ? അത് തമ്മിൽ ഒരു കൊഹഷൻ ഇല്ലാത്തത് കാരണം, സാൻഡി ആയത് കാരണം എന്ത് സംഭവിക്കും? അത് പെട്ടെന്ന് ഒലിച്ചു പോകാനുള്ള ചാൻസസ് ഉണ്ടാവും. ഇത്രയാണ് എന്ത് ഗ്രാനൈറ്റ് സോയിലിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നതാണ് ലൈം സ്റ്റോൺ. അപ്പോൾ എന്താണ് ലൈം സ്റ്റോൺ റോക്സ് എന്ന് പറയുന്നത് ദേ മെയിൻലി കണ്ടെയ്ൻ കാൽഷ്യൈറ്റ് ആണ്. അപ്പോൾ ലൈം സ്റ്റോൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കാൽഷ്യം കാർബണേറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ നമുക്ക് ലൈം സ്റ്റോൺ എന്ന് പറയുന്നത് മെയിൻലി കണ്ടെയ്ൻസ് കാൽഷ്യൈറ്റ് ആണ്. അപ്പോൾ ലൈം സ്റ്റോൺ റോക്സ് വെത്തർ ചെയ്തിട്ടാണ് ശരിക്കും എന്ത് ഫോം ചെയ്യുന്നത്? ലൈം സ്റ്റോൺ സോയിൽ ഫോം ചെയ്യുന്നത്. They also have considerable quantities of impurities and of other carbonates like silates, clay, quartz, iron and so on. ഇതൊന്ന് പ്യുവർ ഇതല്ല, അതിനകത്ത് വേറെയും കുറേ ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. അപ്പോൾ സോയിൽസ് ദാറ്റ് റിസൾട്ട് ഫ്രം ലൈം സ്റ്റോൺ ആർ ക്ലേ. ഏകദേശം ഒരു ക്ലേ സോയിലാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്, ലൈം സ്റ്റോണിൽ നിന്നും കിട്ടുന്നത്. ഓക്കെ, അതേപോലെ അതിനകത്ത് ക്ലേ ലോംസും ഉണ്ട്, അതേപോലെ സാൻഡി ലോംസും ഉണ്ട്. ഇനി ലൈം സ്റ്റോൺ സോയിൽ എടുക്കുവാണെങ്കിൽ നമുക്ക് പറയാം അതെന്ന് പറയുന്നത് അതിൻ്റെ pH ലെവൽ എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ റേഞ്ച് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ ടു പ്ലാന്റ്സ് എന്ന് പറയാം, വിച്ച് ഇസ് typically between 5.5 to 6.5. ഇത്രയുമാണ് ലൈം സ്റ്റോൺ സോയിലിൽ വരുന്നത്. നെക്സ്റ്റ് കാറ്റഗറി ഓഫ് സോയിൽ എന്ന് പറയുന്നത് സാൻഡ് സ്റ്റോൺ സോയിലാണ്. അപ്പോൾ എന്താണ് സാൻഡ് സ്റ്റോൺ സോയിൽ? ഇറ്റ് മോസ്റ്റ്ലി കൺസിസ്റ്റ് ഓഫ് സാൻഡ് സൈസ്ഡ് ക്വാർട്സ് ആണ്. ആൻഡ് ഇറ്റ് കുഡ് ഓൾസോ ഹാവ് ഇംപ്യൂരിറ്റീസ് സച്ച് എസ് ഫെൽസ്പാർ ആൻഡ് മൈക്ക ആൻഡ് അതർ ഏജൻറ്റ്സ് ലൈക്ക് സിലിക്ക, അയൺ ആൻഡ് ലൈം. ഇനി സോയിൽസ് ദാറ്റ് ആർ ഫോം ഫ്രം സാൻഡ് സ്റ്റോൺ എന്ന് പറയുന്നത് ദേ ആർ നോട്ട് അറ്റ് ഓൾ ഫെർട്ടൈൽ. യൂഷ്വലി ദേ ആർ കോഴ്സ് ടെക്സ്ചേർഡ് ആൻഡ് അസിഡിക് ഇൻ നേച്ചർ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് പ്ലാന്റ് ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നും നടക്കത്തില്ല. ഓക്കെ, ഇനി ലാസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ബസാൾട്ട് ആണ്. ബസാൾട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫൈൻ ടെക്സ്ചേർഡ് ഇൻ നേച്ചർ ആണ്. ബസാൾട്ട് സോയിൽ എന്ന് പറയുന്നത് ഫൈൻ ടെക്സ്ചേർഡ് ആണ് ആൻഡ് ഇറ്റ് ഈസ് റിച്ച് ഇൻ ഫെറോ മഗ്നീഷ്യം ആൻഡ് കാൽഷ്യക് പ്ലഗിയോക്ലോസ് മിനറൽസ്. ഈ ബസാൾട്ട് ഡിറൈവ്ഡ് സോയിൽസ് എന്ന് പറയുമ്പോൾ ദേ ഹാവ് എ ഗുഡ് നാച്ചുറൽ ഫെർട്ടിലിറ്റി ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ഗുഡ് ലെവൽ ഓഫ് ന്യൂട്രിയൻസ് ഉണ്ടാവും. സോ നോർമലി ബസാൾട്ട് സോയിൽസ് എന്ന് പറയുന്നത് റെഡ്, ബ്ലാക്ക് അല്ലെങ്കിൽ ചോക്ലേറ്റ് കളേർഡ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു അത്യാവശ്യം ന്യൂട്രിയൻസും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് നമുക്ക് പ്ലാന്റ് ഗ്രോത്തും വലിയ തെറ്റില്ലാതെ ഏത് സോയിൽ പോസിബിൾ ആണ്? ബസാൾട്ട് സോയിൽ പോസിബിൾ ആണ്. അടുത്തത് ഫങ്ഷൻസ് ഓഫ് സോയിലാണ്. അപ്പോൾ എന്താണ് സോയിലിൻ്റെ ഫങ്ഷൻ? നമുക്കറിയാവുന്നതാണ്. ഇറ്റ് പ്രൊവൈഡ്സ് മെക്കാനിക്കൽ സപ്പോർട്ട് ടു ദ പ്ലാന്റ്സ്, അല്ലേ? ചെടികളെ അതെന്ത് ചെയ്യും? ഹോൾഡ് ചെയ്ത് നിർത്തും. അപ്പോൾ ഇനി എന്ത് ചെയ്യും? വാട്ടറിനെ ഹോൾഡ് ചെയ്യാറുണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് ദ പ്രോപ്പർട്ടി പോറോസിറ്റി വിച്ച് മേക്സ് ദ സോയിൽ റിസർവോയർ ഓഫ് വാട്ടർ, അല്ലേ? സോയിൽ എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ റിസർവോയർ ആണ്. സോ അതേപോലെ നമ്മുടെ പ്ലാന്റ്സിന് സപ്പോർട്ട്, പ്ലാന്റ്സ്, ട്രീസ് ഇതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യും? സപ്പോർട്ട് തരും. ഇനി സോയിൽ പ്രൊവൈഡ്സ് മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസ് ആസ് വെൽ ആസ് ഐഡിയൽ pH required for the growth of microorganisms such as plants as well as animals.
ഇനി സോയിൽ പ്രിവെൻറ്റ്സ് എക്സസീവ് ലീച്ചിങ് ഓഫ് ന്യൂട്രിയൻസ് അല്ലേ, അതിനകത്തുള്ള ന്യൂട്രിയൻസ് ഒഴുകിപ്പോകാതെ അല്ലെങ്കിൽ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നത് എന്ത് തന്നെയാണ്, സോയിൽ തന്നെയാണ്. അതേപോലെ സോയിൽ ഹൗസസ് ബാക്ടീരിയാസ് ദാറ്റ് ഫിക്സസ് നൈട്രജൻ ആൻഡ് അതർ എലമെൻറ്റ്സ്, ഫംഗി, പ്രോട്ടോസോവ ആൻഡ് അതർ മൈക്രോ ഓർഗാനിസംസ് അതർ. അപ്പോൾ ഈ ഓർഗാനിസംസ് എല്ലാം എന്തിനു ഹെൽപ്പ് ചെയ്യും, ഈ ഓർഗാനിക് മാറ്ററിൻ്റെ ഡീകമ്പോസിഷനെ ഹെൽപ്പ് ചെയ്യും. ഇത്രയുമാണ് എന്ത്, സോയിലും സോയിലിൻ്റെ കാറ്റഗറീസും അതിൻ്റെ ഫങ്ഷൻസും.